ഹലോ ഡിയേഴ്സ്, യാത്ര പിടിക്കാന്നല്ലേ? കണ്ണൂർക്കാണ് കേട്ടോ ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിലേക്ക്. കണ്ണേട്ടൻ പറഞ്ഞ കണ്ണൂർ വരെ ഒന്ന് പോയാലോ? അതിനെന്താ പോകാമല്ലോ, വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ എന്നും പറഞ്ഞ് പെട്ടെന്ന് പെട്ടി പാക്ക് ചെയ്തിട്ടുള്ളൊരു യാത്രയാണ് കേട്ടോ. കാരണം സഡൻലി ഉള്ള യാത്രകളൊക്കെ അങ്ങനെയായിരിക്കും. നമ്മൾ എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്നും പെട്ടെന്ന് നടക്കാറില്ല. പെട്ടെന്ന് പോകാമെന്ന് പറഞ്ഞു, പെട്ടെന്ന് അങ്ങോട്ട് ഇറങ്ങി ഞങ്ങൾ. അങ്ങനെ പോയതാണ്. എന്താ പറയുക, പുള്ളി ഞങ്ങളെ കോഴിക്കോട് ഹൈലൈറ്റ് മാളിൽ ഇറക്കിയിട്ട് പുള്ളി പുള്ളിയുടെ വർക്കിന് പോയി. ഞങ്ങളുടെ അടുത്ത് എന്താണെന്ന് വെച്ചാൽ അവിടെ കയറി ഷോപ്പിംഗ് ചെയ്യും, എങ്ങനെയാണെന്ന് വെച്ചിരുന്നോളാൻ പറഞ്ഞു. ഞങ്ങൾ ആ ഒരു 2-3 hours സ്പെൻഡ് ചെയ്തു അടിപൊളിയായിട്ട്. അതിനകത്ത് കുറേ ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നന്ദുവിനെ അതിൽ എൻഗേജ്ഡ് ആക്കി വിട്ടു. കാരണം നന്ദുവിന് മെയിനായിട്ട് വെക്കേഷന് മുന്നേ എക്സ്പ്ലോർ ചെയ്യണമായിരുന്നു. അപ്പോൾ അതിനും കൂടി പറ്റിയൊരു അവസരമായിരുന്നു. ജസ്റ്റ് സ്കൂൾ തുറക്കുന്നതിന് 2 ദിവസം മുന്നാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇതും കൂടി ആയപ്പോൾ അവൻ ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ അത് കാരണം ഞങ്ങൾക്ക് സന്തോഷമായി. പിന്നെ അന്നെന്തോ KFCയുടെ ഓഫറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഓഫർ ഞങ്ങൾ അടിപൊളിയായിട്ട് മുതലാക്കി. ഞങ്ങൾ രണ്ടുപേരും അത്രയും KFC കഴിച്ചു. എന്താ പറയുക, അങ്ങനെ അവിടെ കുറച്ച് നേരം ടൈമൊക്കെ സ്പെൻഡ് ചെയ്തു. നന്ദുവിന് ഭയങ്കര ഹാപ്പിയാക്കി കിട്ടു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കണ്ണനേട്ടൻ വന്നു. പുള്ളിയുടെ കൂടെ ഞങ്ങൾ തിരിച്ചു പോയി. പോകുന്ന വഴിക്ക് ചായയൊക്കെ കുടിച്ച് പിന്നെ ഞങ്ങൾ വീണ്ടും ട്രാവലിംഗ് തന്നെ. ഇതിൽ ഓൾമോസ്റ്റ് ട്രാവലിങ്ങിൻ്റെ വീഡിയോ തന്നെ ആയിരിക്കും. കാരണം എന്ന് വെച്ചാൽ ത്രൂ ഔട്ട് രാവിലെ കയറി വൈകുന്നേരം വരെയും ട്രാവലിംഗ് തന്നെയായിരുന്നല്ലോ, കാറിൽ തന്നെയായിരുന്നല്ലോ. നല്ലൊരു പീസ്ഫുൾ മൊമെൻ്റ് ആയിരുന്നു കേട്ടോ. ഇങ്ങനെ ഒരു യാത്ര എനിക്ക് പൊതുവേ ഇപ്പോഴും പോകുമ്പോൾ ക്ഷീണമാണ്. പിന്നെ ഈ ഒരു പള്ളി കണ്ടോ, ഈ പള്ളി എന്ന് പറയുന്നത് കുറേ ഫിലിംസൊക്കെ ഷൂട്ട് ചെയ്തേക്കുന്ന പള്ളി. അത് കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവും. പിന്നെ ഒരു 7:30 ആയപ്പോഴത്തേനും ഞങ്ങൾ റിസോർട്ടിലെത്തി. അരങ്ങം ശ്രീ മഹാദേവ ക്ഷേത്രത്തേക്കാണ് ഞങ്ങൾ പോകുന്നത്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ, ഒരു 2-3 കിലോമീറ്റേഴ്സിൻ്റെ അത്രയും അടുത്തുള്ള റിസോർട്ടായിരുന്നു. ഞങ്ങൾ ഇതുവരെ അവിടെ കയറിയിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് ഈ റിസോർട്ടിൽ കയറിയത്. പേര് ഞാൻ മറന്നു, നോക്കിയിട്ട് ഞാൻ പറയാം. അപ്പോൾ അങ്ങനത്തെ റിസോർട്ടിലാണ് കയറിയത്. നല്ലൊരു അടിപൊളി അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ. നല്ലൊരു ക്യൂട്ടായിട്ടുള്ള റിസോർട്ടായിരുന്നു. പിന്നെ നന്ദുവിന് സ്പെൻഡ് ചെയ്യാനൊന്നും പറയാൻ വേണ്ടല്ലോ, അവിടെ സ്വിമ്മിങ് പൂൾ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം നന്ദു ശരിക്കും എൻജോയ് ചെയ്തു. വെള്ളത്തിലിറങ്ങി അവന് കുറേ നേരം സ്വിമ്മിങ് ചെയ്യണം എന്ന് പറഞ്ഞു. അവൻ സ്വിമ്മിങ് ചെറുതായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിലും കൂടെ അവന് സപ്പോർട്ട് വേണമായിരുന്നു. അപ്പോൾ ഞാനും ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ കുറേ നേരം വെള്ളത്തിൽ അർമാദിച്ച് കുളിച്ച് അങ്ങനെ പിന്നെന്താ കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ എത്തി. നല്ലൊരു പീസ്ഫുൾ മൊമെൻറ്റ്സ് ആയിരുന്നു ആ ഒരു ടൈമിംഗ് എന്ന് പറയുന്ന. ഒരു കിളികളുടെ ശബ്ദമൊക്കെ അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞെന്താ പിന്നെ കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ ചെയ്ത് വെറുതെ ടൈം കളയുന്നല്ലോ. പിന്നെ രാവിലെ എന്നിട്ട് പിന്നെ പെട്ടെന്ന് റെഡി ആവണമായിരുന്നു. വേഗം റെഡിയായി ഞങ്ങൾ രാവിലെ തന്നെ അമ്പലത്തേക്ക് പോയി. അവിടെ എത്തി പ്രാർത്ഥിച്ചു, വഴിപാടുകളൊക്കെ ചെയ്തു. നല്ലൊരു സന്തോഷത്തോടും സമാധാനത്തോടും കൂടിയുള്ളൊരു ഈ ഒരു ടൈമിങ്ങിൽ ഞങ്ങളങ്ങനെ പോയിട്ടില്ല. ഇത് ഫസ്റ്റ് ടൈമാണ് ഈ 7-7:30. ഞങ്ങൾ പല പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിലും കൂടെ ആദ്യമായിട്ടാണ് ഈ ഒരു ടൈമിങ്ങിൽ എത്തുന്നത്. അപ്പോൾ ആ ഒരു അറ്റ്മോസ്ഫിയർ അടിപൊളിയായിരുന്നു. നല്ലൊരു മനസ്സിന് സമാധാനം സന്തോഷം എന്നൊക്കെ പറയില്ല, അതുപോലത്തെ ഒരു പീസ്ഫുൾ മൊമെൻറ്റ്സ് ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ മുത്തപ്പൻ്റെ അടുത്തേക്കാണ്. അങ്ങോട്ട് പോകാൻ പറ്റുമെന്നൊരു ഉറപ്പും ഉണ്ടായിരുന്നില്ല. പക്ഷേ മുത്തപ്പൻ ഞങ്ങളവിടെ എത്തിച്ചു. ഞങ്ങൾക്ക് അവിടെ എത്താനും പറ്റി. നന്നായി മനസ്സൊരുക്കി പ്രാർത്ഥിച്ച് തൊഴാനും പറ്റി. അങ്ങനെ സന്തോഷത്തോട് കൂടിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പതുക്കെ ഇറങ്ങി. പിന്നെ വേറെ ഒന്നുമില്ല, നേരെ വീട്ടിലോട്ട് പോകാമെന്നുള്ള 3 ദിവസത്തെ ട്രിപ്പ് പ്ലാൻ ചെയ്ത്. പക്ഷേ 2 ദിവസം കൊണ്ട് തീർന്നു. 2 ദിവസം കൊണ്ട് കാര്യങ്ങളൊക്കെ ആയി. പിന്നെ ഞങ്ങൾ നേരെ തിരിച്ചു പോകുന്നു. പോരുന്ന വഴിക്ക് ചെറിയൊരു ചേച്ചിമാരുടെ ഒരു മീൻ റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. അവിടെ കയറി ഞങ്ങൾ ഫിഷിൻ്റെ ഫുഡ് അടിച്ചു. അടിപൊളിയായിരുന്നു. പിന്നെ ഒരു 4-4:30 പോയപ്പോൾ പോയി ചായയും കുടിച്ച് ഒരു വീട്ടിലെത്തിയപ്പോൾ ഏകദേശം ഒരു 9:30-9 മണിയൊക്കെ ആയെന്ന് തോന്നുന്നു. നേരെ ആലുവയിലോട്ട് എത്തി. അങ്ങനെ അത്രയേ ഉള്ളൂ ഗൈസ്. ടാറ്റാ. അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം.